നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതിനു മുമ്പ് ദേവസ്വം കമ്മീഷണറുമായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് എൻ വാസു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകനാണ് എൻ വാസു എന്നാണ് നേരത്തെ പുറത്തു വന്ന പല മൊഴികളും തെളിയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എൻ വാസു ശബരിമല ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന കാലത്താണ് നിരവധി ക്രമക്കേടുകൾ നടന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്തുമൊക്കെ തന്നെ വാസുവിൻ്റെ ഇടപെടലുകൾ സംശയാസ്പദമായിരുന്നു എന്നാണ് പിന്നീട് നടന്ന പല സംഭവങ്ങളും തെളിയിക്കുന്നതും. മാത്രമല്ല, ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ മൊഴികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇതിൻ്റെ പ്രധാന ആസൂത്രകരിൽ ഒരാൾ എൻ വാസു ആണ് എന്നുള്ളത് തന്നെയാണ്. അതേസമയം തൻ്റെ ഭാഗം ന്യായീകരിച്ച് നേരത്തെ നിരവധി തവണ വാസു രംഗത്തെത്തിയിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് തള്ളിക്കളയുന്ന രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പോലീസിന് മൊഴി നൽകിയിരുന്നത്. ശബരിമല സന്നിധാനത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണ് എന്ന് മാറ്റി എഴുതി മഹസർ തയ്യാറാക്കി കൊണ്ടുപോയ വ്യക്തികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ആളാണ് എൻ വാസു. അതുകൊണ്ട് തന്നെ വാസുവിൻ്റെ അറസ്റ്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ കേസിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. നേരത്തെ CPM നേതാവായിരുന്ന വാസു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. പിന്നീടാണ് 2 തവണ ശബരിമല ദേവസ്വം കമ്മീഷണറായി വാസു ജോലി നോക്കിയിരുന്നത്. പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും ആയിരുന്നു എൻ വാസു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് എൻ വാസു ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിരുന്നത്. ഏതായാലും എൻ വാസുവിൻ്റെ അറസ്റ്റ് ഈ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒടുവിൽ നിവൃത്തിയില്ലാതെ അറസ്റ്റ് ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പ്രതികളെ ഒന്നും തന്നെ രക്ഷിക്കാൻ സർക്കാരിന് കഴിയുകയില്ല എന്നുള്ള വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വാസുവിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. വാസുവിനെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവരുമോ അതോ മറ്റ് ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് ചോദ്യം ചെയ്യുന്നതിനായി കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇനിയും വിശദമാക്കിയിട്ടില്ല. ഏതായാലും വാസുവിനെ എത്രയും വേഗം തിരുവനന്തപുരത്ത് എത്തിച്ച് ഒരുപക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കാനും പിന്നീട് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ചോദ്യം ചെയ്യാനുമായിരിക്കും പോലീസ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അന്നും താൻ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം മാറ്റിമറിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് പിന്നീട് അന്വേഷണ സംഘത്തിൽ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ മുരാരി ബാബുവിനെയും എൻ വാസുവിനെയും എല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോഴേക്കും കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും എന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്.